ശിവഭക്തർ ഏറെ പ്രാധാന്യത്തോടെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം. പ്രകൃതി ഭംഗിയുടെ മകുടോദാഹരണം. മനോഹരമായ പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരത്ത് സുരളി കുന്നുകളുടെ അടിവാരം, പ്രസിദ്ധമായ സുരളി വെള്ളച്ചാട്ടത്തിനുമടുത്ത് വിശാലമായ മുന്തിരിപ്പാടങ്ങൾക്ക് നടുവിലായാണ് ഈ പുണ്യഭൂമി. എവിടെ നോക്കിയാലും ശിവലിംഗങ്ങൾ. അത് കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന അപൂർവം കാഴ്ച. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമായ ധ്യാനലിംഗം. ഈ കൂറ്റൻ ശിവലിംഗത്തിനുള്ളിലെ കാഴ്ചകൾ തന്നെ അത്യപൂർവം. 1008 ശിവലിംഗങ്ങൾ ചേർത്ത് ഉയർന്നു നിൽക്കുന്ന മറ്റൊരു വലിയ ശിവലിംഗം. 18 സിദ്ധ ഋഷിമാരുടെ ഉൾപ്പെടെ നിരവധി ദേവന്മാരുടെയും ഋഷിമാരുടെയും വിഗ്രഹങ്ങളാലും ഭക്തർക്ക് ആരാധിക്കുവാനും കാണുവാനും ഏറെയുണ്ട്. എപ്പോഴും ശാന്തവും സമാധാനവും ഭക്തിസാന്ദ്രവുമാണ് ഈ സുരളിയിലെ കോടിലിംഗ തപോവനം. തമിഴ്നാട് കേരള അതിർത്തിയിൽ കമ്പത്ത് നിന്നും 10 കിലോമീറ്റർ അകലെയാണ് സുരളി. സുരളി വനമേഖലയിലെ പ്രസിദ്ധമായ സുരളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന കവാടത്തിനടുത്താണ് കോടിലിംഗ തപോവനം. സുരളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയിൽ ഇരുവശവും മനോഹരമായ മുന്തിരിപ്പാടങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉയർന്നു നിൽക്കുന്ന സുരളി കുന്നുകളും വലിയൊരു ശിവലിംഗവും വളരെ ദൂരത്തു നിന്ന് തന്നെ കാണാനാകും. ഈ ശിവലിംഗം നോക്കി യാത്ര ചെയ്താൽ മതി ഈ ക്ഷേത്രനടയിൽ എത്തിച്ചേരാവുന്നതേയുള്ളൂ. കൈലാസലിംഗ പർവ്വതവർദ്ധിനി ക്ഷേത്രം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്ര സമുച്ചയം തന്നെയാണ് തപോവനം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ കൈലാസലിംഗം സ്വയംഭൂവായ ശിവലിംഗമാണെന്നാണ് വിശ്വാസം. ഐതിഹ്യം ഇങ്ങനെയാണ്. ത്രേതായുഗത്തിൽ ലങ്കാധിപതിയായിരുന്ന രാവണൻ സീതാദേവി അപഹരിച്ച് ലങ്കയിൽ കൊണ്ടുപോയ കാലം. ശ്രീരാമദേവൻ സീതാ അന്വേഷണത്തിനിടയിൽ കൊടും കാടായിരുന്ന ഇവിടെ എത്തിയിരുന്നുവെന്നും അദ്ദേഹം ഇവിടെ സ്വയംഭൂവായ ഒരു ശിവലിംഗം കാണുകയും ഇവിടെ ശിവപൂജ നടത്തിയെന്നുമാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. ഇവിടെ പൂജ ചെയ്ത ശേഷമാണ് അദ്ദേഹം വാനരപ്പടയുമായി രാമേശ്വരത്തേക്കുള്ള യാത്ര തുടരുന്നത്. ശ്രീരാമദേവൻ പൂജ ചെയ്തുവെന്ന് ഐതിഹ്യങ്ങളിൽ പറയുന്ന സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിൽ ഇത്രയധികം ശിവലിംഗങ്ങൾ വന്നതിനെക്കുറിച്ച് പറയാം. ഇവിടെ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു മടങ്ങുന്ന ഭക്തരുടെ ആഗ്രഹം നിറവേറുമെന്നാണ് വിശ്വാസം. ആഗ്രഹം സഫലമാകുന്നതോടെ ഭക്തർ മടങ്ങി വന്ന് ശിവലിംഗം സമർപ്പിക്കുകയാണ് പതിവ്. അങ്ങനെ ഭക്തർ വഴിപാടായി സമർപ്പിച്ചിരിക്കുന്നതാണ് ഇവിടെ കാണുന്ന ശിവലിംഗങ്ങളൊക്കെ. ലക്ഷക്കണക്കിന് ശിവലിംഗങ്ങൾ ഇവിടെ ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതിന്റെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു. ഈ ക്ഷേത്രത്തിലെ നാഗപ്രതിഷ്ഠയും ശ്രദ്ധേയമാണ്. തപോവനത്തിനുള്ളിൽ ഋഷിമാരുടെ ശില്പങ്ങൾക്ക് പിന്നിലായാണ് നിത്യേന പൂജ നടന്നു വരുന്ന നാഗക്ഷേത്രം. തപോവനത്തിന് മധ്യത്തിലായി ഒരു നടരാജ ക്ഷേത്രം കാണാം. ഇതിനടുത്തായി ശ്രീബുദ്ധ ശില്പവും ഇവിടെയുണ്ട്. എന്തിനേറെ പറയണം, ഈ തപോവനത്തിനുള്ളിൽ പുരാണ ഐതിഹ്യങ്ങളിലെ ഒട്ടുമിക്ക ദേവന്മാരുടെയും ഋഷിമാരുടെയും ശില്പങ്ങൾ ഇവിടെയുണ്ടെന്നുള്ളതാണ് സത്യം. തപോവനത്തെപ്പറ്റി പുരാണങ്ങളിൽ പല ഭാഗത്തും പരാമർശിക്കുന്നുണ്ട്. പാണ്ഡവരുടെ വനവാസക്കാലത്ത് പാണ്ഡവർ ഇവിടെ എത്തിയിരുന്നതായും ഇവിടെ ശിവാരാധന നടത്തിയിരുന്നതായും പറയപ്പെടുന്നു. ഈ തപോവനത്തിൽ 30 കോടി ദേവന്മാരും ഋഷിമാരും വസിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. ആ വിശ്വാസപ്രകാരമാണ് കാലങ്ങൾക്കിപ്പുറം 18 സിദ്ധ സന്യാസിമാരുടെയും ധാരാളം ദേവന്മാരുടെയും ശില്പങ്ങൾ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. അതിമനോഹരമാണ് ഓരോ ശില്പങ്ങളും. ഓരോ ശില്പത്തിന്റെയും താഴെയായി ഭഗവാന്റെ നാമവും രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. ശിവലിംഗങ്ങളുടെ 3-ാം നിരയുടെ മധ്യത്തിലായി രാധാസമേതനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ മനോഹരമായൊരു ശില്പവും ഇവിടെയുണ്ട്.
ഇവിടുത്തെ ശിവലിംഗങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തരുതെന്നാണ് വിശ്വാസം. പ്രതിഷ്ഠിക്കപ്പെട്ട ശിവലിംഗങ്ങൾ എണ്ണി നോക്കുന്നതും സ്പർശിക്കുന്നതും ഉയർത്തുന്നതും ദോഷമായി കണക്കാക്കുന്നു. ഓം നമഃശിവായ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ശിവലിംഗങ്ങളിൽ സ്പർശിക്കാതെ മുന്നിലും വശങ്ങളിലും ഇരുന്ന് ധ്യാനിക്കാം. അതുപോലെ തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവതകളുടെയും സിദ്ധന്മാരുടെ ശില്പങ്ങളിലും സ്പർശിക്കുന്നതും മഹാപാപമായി കണക്കാക്കുന്നു. സിദ്ധന്മാരുടെ മുന്നിലും വശങ്ങളിലും ഇരുന്ന് ധ്യാനിച്ചാൽ ഐശ്വര്യപൂർണമായ ജീവിതം ലഭിക്കുമെന്നാണ് വിശ്വാസം. തപോവനത്തിൽ പ്രവേശിക്കുമ്പോൾ ഓം നമഃശിവായ മന്ത്രം മനസ്സിൽ ജപിച്ചുകൊണ്ട് ശിവലിംഗങ്ങളും ശില്പങ്ങളും കണ്ടുവണങ്ങി അല്പനേരമെങ്കിലും ഇവിടെ ഇരുന്ന് ധ്യാനിക്കുന്നതും പുണ്യമായി കണക്കാക്കുന്നു. ഈ ക്ഷേത്രത്തിലെ നവഭാഷാണ ലിംഗത്തിന് പാൽ അഭിഷേകം ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ ധ്യാനലിംഗം എന്നറിയപ്പെടുന്ന കൂറ്റൻ ശിവലിംഗം. 5 നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട്. മുന്നിലായി വലിയൊരു നന്ദികേശ പ്രതിഷ്ഠയും. ഈ ശിവലിംഗത്തിനുള്ളിലേക്ക് ഭക്തർക്ക് പ്രവേശിക്കാനാകും. ഒരേ സമയം 1500 പേർക്ക് ധ്യാനിക്കാനുള്ള സൗകര്യം ഈ വലിയ ശിവലിംഗത്തിനുള്ളിലുണ്ട്. ഗണപതി ഭഗവാൻ, ശ്രീരാമദേവൻ, മഹാവിഷ്ണു ഭഗവാൻ തുടങ്ങിയ ദേവന്മാരുടെ പ്രതിഷ്ഠകളാണ് ഈ വലിയ ശിവലിംഗത്തിനുള്ളിലുള്ളത്. ഇവിടെ കാണുന്ന വലിയ നന്ദികേശ പ്രതിഷ്ഠ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ നന്ദികേശ പ്രതിഷ്ഠകളിൽ ഒന്നാണ്. എല്ലാ മാസത്തിലെയും അമാവാസി പൗർണമി നാളുകളാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ ഭക്തരുടെ വലിയ തിരക്ക് തന്നെയാണ്. മരണമടഞ്ഞ പിതൃക്കൾക്കുള്ള പൂജാതി കർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവിടെ നടത്തപ്പെടുന്നു. പ്രധാന പ്രതിഷ്ഠയ്ക്കടുത്തായി 1008 ശിവലിംഗങ്ങൾ ചേർന്ന വലിയൊരു ശിവലിംഗവും ഇവിടെയുണ്ട്. വലിയ ശിവലിംഗത്തിനും നന്ദികേശ പ്രതിഷ്ഠയ്ക്കും താഴെയായി ഒരു ഗുഹാക്ഷേത്രമുണ്ട്. മഹാദേവ പ്രതിഷ്ഠയാണ് ഇരുവശവും നാഗരൂപങ്ങൾക്ക് നടുവിലായി ഇവിടെയുള്ളത്. ഗുഹാക്ഷേത്രത്തിന് മുന്നിലായാണ് ഏറെ പ്രത്യേകതകളുള്ള ക്ഷേത്രക്കുളം. ചുറ്റും ദേവീദേവന്മാരുടെ ശില്പങ്ങളും ഇവിടെ നമുക്ക് കാണാനാകും. 21 ദേവത ശില്പങ്ങളാണ് ഇവിടെയുള്ളത്. ഓരോ ശില്പങ്ങളും അതിമനോഹരമെന്ന് പറയാതെ വയ്യ. ഈ ക്ഷേത്രക്കുളത്തിന് സമീപം നവഗ്രഹ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. ഈ ക്ഷേത്ര ഐതിഹ്യങ്ങളെക്കുറിച്ചും പൂജാതി വിധികളെക്കുറിച്ചും ഭക്തർക്ക് ക്ഷമയോടെ വിവരിക്കുന്ന ക്ഷേത്ര പൂജാരിമാരുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഐശ്വര്യം തന്നെയാണ്. ഇവർ അഭിനന്ദനം അർഹിക്കുന്നു. ശാന്തം, സുന്ദരം, സമാധാനം, അതാണ് തപോവനം. നിറയെ ശിവലിംഗങ്ങളും തപോവനത്തിനുള്ളിൽ പല ഭാഗങ്ങളിലായുള്ള നിരവധി ശില്പങ്ങളും ഇവിടെയുള്ള കൂറ്റൻ ശിവലിംഗവും അതിനുള്ളിലെ വിസ്മയ കാഴ്ചകളും എല്ലാമെല്ലാം ഒരു അനുഭവം തന്നെയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. ക്ഷമയോടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.